സുധിയെ ചേച്ചിക്ക് അറിയാലോ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് സുധിയെ ഇഷ്ട. എന്ത് അമ്പടി കള്ളി, അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നേരത്തെ ചില ഹിൻസൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ആട്ടെ, സുധിക്ക് നിന്നോടെങ്ങനെ? എന്തോ എനിക്കറിയില്ല. അയ്യടാ, ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ? എന്തോ എനിക്ക് ഈ റൊമാൻസിലൊന്നും വലിയ ത്രില്ല് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധവ് മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ സംശയം. ആ, എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മോള് ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. വെറുതെ ചാടിക്കളിച്ചാണ് ഈ ഊർജം. ആ പാടത്തോ പറമ്പിലോ ഉപയോഗിച്ച അത്ര നന്നായിരുന്നു. അച്ഛനും ഇത് ബാധകമാണ്. ആ, എന്നെ വിട്ടേക്കേ, ഞാൻ വയസ്സായില്ലേ. ചെറുപ്പക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അച്ഛ, ഈ ചേച്ചി സൂക്ഷിക്കണം. ബ്ലാക്ക് ബെൽറ്റാ. ഒന്ന് പോടി ഇവിടുന്ന്. പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. പിന്നെ വായിലെ നാക്ക് നന്നായ ഒരു ബെൽറ്റും വേണ്ട. അത് പണ്ട്. ഞാനും അത്ര മോശമൊന്നുമല്ല. ഓഹോ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് മുട്ടി നോക്കിയേ. ഓഹോ, പ്ലീസ് ചേച്ചി. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. മോളെ, നീ ഇറങ്ങാറായില്ലേ? ഇറങ്ങാ. അച്ഛാ, ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, ഞാൻ കോളേജിൽ പോവാ. അച്ഛാ, ഞാൻ ഇപ്പൊ പോവേ. അച്ഛാ. അച്ഛാ, ഞാൻ കോളേജിൽ പോകുന്നു. അച്ഛാ, ഞാൻ കോളേജിൽ പോകുന്നു. അച്ഛൻ എന്ത് കരുതിയാവോ? അച്ഛനെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, നീ കയറടി. പിന്നെ എടി പൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. നീ കയറടി. ഓക്കെ. അമ്പലത്തിൽ വരുമാനമൊക്കെ എങ്ങനെ വേണോ? ശബരിമല സീസൺ അല്ലേ, കുഴപ്പമില്ല. ഓഹോ, അല്ല, നമ്മുടെ മാധവ മാഷല്ലേ പോണേ? ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറോ? അല്ല, മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക. അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂറാവുക. വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ സർവ്വസാധാരണ. ഇവരെ അവിടെ ഒരു തിരക്കുണ്ടേ മാഷ്. ഒരു 4 ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല. അതുകൊണ്ട് പൈസയുടെ കാര്യമായിരിക്കും. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, താൻ അതിനെ കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ലാന്ന്. തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നു പോട്ടോളൂ. അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം. എന്താടോ? അതായത് ഈ പലതും പറഞ്ഞു കേട്ടിരുന്നു. അല്ല, ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നേരെ ചെയ്ത കാര്യം ഒന്ന് പറ. നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീര വണ്ടിയുടെ പുറകിലെ ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോണപ്പോ എനിക്ക്
വല്ലാത്തൊരു പ്രയാസം തോന്നി. അല്ല, നമ്മുടെ കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആൾക്കാർക്കൊന്നും മതിയല്ലോ. അല്ല, അതെ അതെ. അച്ഛനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? അല്ല, അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയായിരുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രായത്തിന്റെ ഇത്തിരി കുസൃതിത്തരങ്ങളൊക്കെ കാണും എന്ന് കരുതി. ഒക്കെ ഈ അച്ഛനറിയാം മോളെ. എന്നും എനിക്ക് എന്റെ കുട്ടികളാ വരുന്നത്. പലരും രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചിട്ടും. അതൊക്കെ പോട്ടെ. അനിതയോടെ മോള് തന്നെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരുത്തി ഇവിടെ ഇങ്ങനെ നിൽക്കേ. അത് ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ. അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ? നീ ഈ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ. ആദ്യം എന്നെ ഒരു കരക്കെത്തിക്കട്ടെ, പിന്നെയല്ലേ അനിത. അവള് പഠിക്കല്ലേ. സുധിയോടും നീ എന്നെ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കേ. എന്താ നിന്റെ ഉദ്ദേശം? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം നടിച്ച് വളച്ചൊടിച്ച് നശിപ്പിക്കാമെന്നോ? അതോ? ചേച്ചി, അത് ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നോക്ക്, ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും. സമയമായെന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ ഒരു ഉറപ്പ്, എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ് അത് ഞങ്ങൾക്ക് തരണം. പക്ഷെ ഒരു കാര്യം, അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മിസ്യൂസ് ചെയ്യരുത്. ഇല്ല, ഒരിക്കലുമില്ല. എന്നെ വിശ്വസിക്കാം. ഓക്കെ, ബി വെയിറ്റ്. അവളുടെ പഠിത്തം കഴിയട്ടെ, ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം. എന്താടാ മാക്കാനെ, എവിടെയും പോയില്ലേ? വെറുതെ കിട്ടിയ ചുണ്ണാമ്പ് തിന്നുമല്ലേ? ഇതെന്താ പിണ്ണാക്കാ? ശരിക്കല്ലേ, പേടിയാവണു. എന്തോ ഇവനും എവിടെയും പോയി കണ്ടില്ല. ഈ ഒരു ഇരിപ്പാ പാവം. അച്ഛനാടെ മോളെ? പെൻഷൻ വാങ്ങാൻ പോയതാ. എന്തേലും വിശേഷിച്ച്? അതെ, മോളെ കാശൊന്ന് അച്ഛനെ ഏൽപ്പിക്കണം കേട്ടോ. എന്നാ ബാംഗ്ലൂർക്ക് തിരിക്കണേ? ഈ ആഴ്ച തന്നെ പോണം, ലീവില്ല. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് ഞങ്ങൾക്കാ. എന്നും ഈ കമ്പ്യൂട്ടറായിട്ട് ഊര് ചുറ്റി നടന്നാൽ മതിയോ? അച്ഛന് പ്രായം കൂടി വരികയല്ലേ. അതുകൊണ്ട് മോളി പിടിവാശിയൊക്കെ ഒന്ന് മാറ്റണം. അനിതക്കുഞ്ഞിന്റെ കാര്യം അറിയാലോ. അച്ഛൻ വന്നു. തനിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ സമയം കിട്ടിയോ? ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ. ഈ കണക്കിന് കാര്യമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയ തന്റെ പൊടി പോലും കാണാൻ കിട്ടില്ലല്ലോ. രാമണ്ണേട്ടൻ അച്ഛന്റെ കാശായിട്ട് വന്നാ. അതവിടെ വെച്ചേക്കും മോളെ. ഇതവിടെ കൊണ്ട് എത്തിക്കാഞ്ഞ ഇയാൾക്ക് ഉറക്കം വരുന്നുണ്ടാവില്ല. പിന്നെ താൻ സുമതിയോടും കുട്ടികളോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറയാ. പറയാം, പക്ഷെ കടയിൽ ആളില്ല. എന്നിട്ട് പുറത്തോട്ട് പോടാ.